ഹോണറിന്റെ ഹോണർ മാജിക് പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ മാജിക് പാഡ് 2 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 12.3 ഇഞ്ചിന്റെ 3K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 3000x1920 ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് OLED പാനൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും LCD പാനലാണ് ടാബുകളിൽ കൊടുക്കാറ്, പക്ഷേ ഇതിൽ OLED പാനൽ വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും ഈ ഒരു ടാബ്ലറ്റ് 33,400 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ OLED പാനൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ വളരെ കൂടിയ 4320 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം OLED പാനൽ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ തിക്നെസ് 5.8 mm വരുന്നുള്ളൂ. പിന്നെ ഹോണർ മാജിക് പെൻസിൽ 3 ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റൈലിഷ് പെന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കീബോർഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഇതൊക്കെ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ടാബ്ലറ്റിന്റെ വൈറ്റ്, ബ്ലാക്ക്, സിയാൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസറിന്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസറാണ്. മികച്ച പെർഫോമൻസ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 33,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസറൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൽ 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനെ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 16GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 16GB റാമും 1TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ 8 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്പേഷ്യൽ ഓഡിയോയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ IMAX എൻഹാൻസ് ചെയ്തിട്ടുള്ള ഓഡിയോയുടെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 13 MP ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 9 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ടാബുകളുടെ കാര്യത്തിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യുക, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് ക്യാമറ വേണ്ടത്. അപ്പം ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. ഫോണുകളുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പോരാ എന്ന് പറയേണ്ടി വരും, പക്ഷെ ടാബുകളുടെ കാര്യത്തിൽ ഓക്കെ ആണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,050 mAh ബാറ്ററിയാണ് ഈ ടാബിൽ വരുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അത് മാത്രമല്ല 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിംഗ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2,899 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 33,400 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. OLED പാനൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി അഥവാ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ടാബിന്റെ വില എത്തിയേക്കാം. ചിലപ്പം അതിലും കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയൊക്കെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണർ മാജിക് പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.